أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس السابع والعشرون ഏഴാമത്തെ ദർസ് ബഖിയത്തുൽ മാദി അൽ മുഅ്തലിൽ ലാം ഫിഅൽ മുഅ്തലായ മാദിയായ ഫിഅലിനെ കുറിച്ചുള്ള ബാക്കി സംസാരം. കദാലിക അപ്രകാരം തന്നെ തുഹ്ദഫുൽ ലാമു ലാം ഫിഅൽ കളയപ്പെടും. എപ്രകാരം കളയപ്പെടും? അപ്രകാരം ലാം ഫിഅൽ കളയപ്പെടും. എപ്രകാരം? മുമ്പത്തെ ബാബിൽ എന്തേ പറഞ്ഞിനി? മുറാജഅ ചെയ്തിട്ടില്ല എന്നിപ്പോ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കള്ളന്മാരെ പിടിക്കാൻ കഴിയുക. കദാലിക അപ്രകാരം. എപ്രകാരം? എപ്രകാരമോ കിതാബോധി പഠിച്ചോൽക്കറിയാലോ. തുഹ്ദഫുൽ ലാമു ലാം ഫിഅൽ കളയപ്പെടും. ഇദത്തസല ബിൽ മാദി മാദിയോട് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ താഉത്ത് ഇനീസി സാക്കിനത്തു സുക്കൂനുള്ളതായ ഇനീസിന്റെ താ മാദിയോട് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ ലാം ഫിഅൽ കളയപ്പെടും. വംഫതഹ മാ ഖബ്ലഹ അതിന്റെ മാ ഖബ്ൽ ഫതഹത്ത് ഉള്ളതാകുന്ന സന്ദർഭത്തിലും അപ്പോൾ അതിന്റെ മാദിയായ ഫിഅലിന്റെ ലാം ഫിഅൽ താഉത്ത് ഇനീസിനോട് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ കളയപ്പെടും. ഈ ലാം ഫിഅലിന്റെ തൊട്ട് മുമ്പുള്ളത് ഫതഹത്തുള്ളതാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ റമാ ഉദാഹരണം. റമാ എന്ന് പറഞ്ഞോടത്ത് ലാം ഫിഅലായ അലിഫിനെ കളയപ്പെടും താഉത്ത് ഇനീസിനോട് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ. കാരണം റമാനോട് താഉത്ത് ഇനീസ് ചേർന്ന് റമാത്ത് എന്നാണ് ഉണ്ടാവുക. താനും സുക്കൂന് അലിഫിനും സുക്കൂന് ഇൽത്തിഖാഉ സാക്കിനീൻ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ചൊരു കലിമത്തിൽ വരികയാണ്. ഏതെങ്കിലും ഒന്നിനെ തട്ടണം. അപ്പൊ അലിഫിനെ തട്ടി. അപ്പൊ അലിഫിനെ തട്ടൽ എപ്പോഴാണ്? ഈ അലിഫിന് തൊട്ട് മുമ്പുള്ളത് ഫതഹത്തുള്ളതാകുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ റമത്ത്. അപ്പൊ എന്തായി? തുഹ്ദഫുൽ ലാമു ലാം ഫിഅൽ കളയപ്പെടും. റമ എന്ന ഫിഅലിൽ നിന്ന് ലാം ഫിഅൽ കളയപ്പെടും. ഇദത്തസല ബിൽ മാദി ഈ റമ എന്ന മാദിയായ ഫിഅലിനോട് ചേർന്ന് വന്ന സന്ദർഭത്തിൽ താഉത്ത് ഇനീസി അസ്സാക്കിനത്തു സുക്കൂനുള്ളതായ താഉത്ത് ഇനീസ് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ റമ എന്ന ഫിഅലിനോട് താഉത്ത് ഇനീസ് എന്ന താഉത്ത് ഇനീസ് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ ലാം ഫിഅലിനെ കളയപ്പെടും. വൻഫതഹ മാ ഖബ്ലഹ അതുപോലെ അതിന്റെ മാ ഖബ്ൽ മഫ്തൂഹ് ആകുന്ന സന്ദർഭത്തിലും മുൻഫത്തിഹ് ആകുന്ന സന്ദർഭത്തിലും മഫ്തൂഹും മുൻഫത്തിഹും പറയാണ്. ഫതഹത്തുള്ളതിനാണ് മുൻഫതഹ എന്ന് പറയാം. മുൻഫത്തിഹ് എന്ന് പറഞ്ഞാൽ ഫതഹത്തുള്ളതാണ്. മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ ഫതഹ് ചെയ്യപ്പെട്ടത് എന്നാണ് അർത്ഥം. മുൻഫതഹ മാ ഖബ്ലഹ അതിന്റെ മാ ഖബ്ൽ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ലാം ഫിഅലിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഫതഹത്തുള്ളതാവുകയും ആ മാദിയായ ഫിഅലിനോട് താഉത്ത് ഇനീസ് ചേർന്ന് വരികയും ചെയ്ത സന്ദർഭത്തിൽ ലാം ഫിഅലിനെ കളയപ്പെടും. റമാ എന്ന ഫിഅലിന് റമത്ത് എന്ന് പറഞ്ഞിട്ട് ലാം ഫിഅലിനെ കളഞ്ഞതുപോലെ റമത അവിടെയും കളഞ്ഞു. അതുപോലെ ഗസത് ഗസത ഇവിടെയൊക്കെ സംഭവിച്ചത് അതാണ്. കാരണം എന്താണ്? താഉത്ത് ഇനീസാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഗസത എന്നുള്ളത് താഉത്ത് ഇനീസ് സാക്കിനത്തല്ലല്ലോ, ഫതഹത്തുള്ള താ അല്ലേ എന്നൊരു സംശയം. സംഗതി എന്ന് പറഞ്ഞാൽ ഗസത് ആ എന്നാണ്. ഗസത് ആ അങ്ങനെയാണ്. താനും സുക്കൂന് അലിഫുൽ ഇസ്നൈനിക്കും സുക്കൂന് അങ്ങനെയാണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ. അപ്പൊ എന്തായി? നമ്മൾ താഉത്ത് ഇനീസിനൊപ്പം അലിഫും താഉം ഇൽതിഖാഉ സാക്കിനൈനി താഇനെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഗസ എന്തായി? അപ്പൊ എന്തായി? മുഅന്നസ് മുഅന്നസ് ആര്? ഇസ്നതൈനിക്കുള്ള മുഅന്നസ് ഏതുപോലെയായി? മുഫ്രദ് മുദക്കർ പോലെയായി. ഗസ ഗസ ഗസവ ഗസവ് ഗസത് ഗസ എന്നായി. അപ്പൊ ഏതുപോലെ നമ്മൾ തുടങ്ങുമ്പോൾ വന്ന ഗസ പോലെയായി. അപ്പം ഈ മുസന്നയായ മുഅന്നസും മുഫ്രദായ മുദക്കറും തമ്മിൽ ഒരേ മാതിരി. അപ്പൊ താഉത്ത് ഇനീസിനെ കളയാൻ പറ്റില്ല. എന്നാൽ അലിഫുൽ ഇസ്നൈനെ കളഞ്ഞാലോ ഗസത് എന്നായി. ഗസത് ഗസത് എന്നായി. ഈ മുഫ്രദും തസ്നീനും തമ്മിൽ വേർതിരിക്കാൻ, ഇത് തസ്നിയാണെന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അലിഫുൽ ഇസ്നൈനി വന്നത്. അപ്പൊ അതും പെട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മട്ടൽമ ചവിട്ടിയ മൈരി എന്ന് പറയും. ഒരു തല ഒട്ടുമ്പോൾ മറ്റേ തല വന്ന്, മറ്റേ തല ഒട്ടുമ്പോൾ മറ്റേ തല വന്നു. അങ്ങനെയാണ് മട്ടൽമ ചവിട്ടി. അങ്ങനല്ലേ? വരെ പോയിട്ട് മട്ടൽമലും ചവിട്ടി കിട്ടി. ഒരു തല ഒട്ടുമ്പോൾ മറ്റേ അങ്ങോട്ട് വന്നു. ചവിട്ടുമ്പോൾ നോക്കേണ്ടിയേ അതിന് മറ്റേ തല എന്നിട്ടൊന്ന് അടിച്ചാളൂ, നല്ല ചവിട്ടിക്കോളൂ. അപ്പൊ ഈ ഇത് രണ്ടും പറ്റൂല. അലിഫിനും കളയാൻ പറ്റില്ല, താഇനും കളയാൻ പറ്റില്ല. കളഞ്ഞാൽ രണ്ടും പ്രശ്നമാണ്. ഭയങ്കര ഡിപ്ലോമാറ്റിക് പ്രോബ്ലം വരും. അപ്പൊ എന്തൊന്നു? ഈ താഇന്
സുക്കൂനുള്ളതാണല്ലോ അപ്പൊ പ്രശ്നം. താഇന്റെ സുക്കൂനുണ്ട് ഒഴിവാക്കിയാണ് ഫതഹത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇട്ടതാണ് ആ താഇന്റെ ഫതഹത്ത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ എന്തുണ്ട്? ഗസാത്ത് ആ എന്നതിനുണ്ട്. ഗസാത്ത് ആ ഗസത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഗസാത്ത് എന്നല്ലേനുണ്ട് ആ പോയി. അതുപോലെ ഗസാത്ത് ആ എന്നതിനുണ്ട്. അപ്പൊ എന്തായി? ഈ ഗസാ എന്ന് പറഞ്ഞ അലിഫും ഈ താഉം തമ്മിൽ ഉസാക്കിനായി ആ അലിഫിനെ കളഞ്ഞു. അതുകൊണ്ട് ഗസത്ത് ആ എന്നായി. പിന്നെയും പ്രശ്നം തീരുന്നില്ല. ഈ താഉം അലിഫിൽ ഉസാക്കിനുണ്ട്. അടുത്ത പ്രശ്നം വരികയാണ്. ആ പ്രശ്നം നമുക്ക് കളഞ്ഞു തീർക്കാൻ പറ്റില്ല. മറ്റേ കളഞ്ഞു തീർക്കാം. ഏതുപോലെ ഇത് തല്ലി തോൽപ്പിക്കാം. ഇവിടെ തല്ല് നടക്കൂല. ഇവിടെ കോംപ്രമൈസ് നടക്കുള്ളൂ. കാരണം താഉ ആയാലും പ്രശ്നമാണ്, അലിഫു ആയാലും പ്രശ്നമാണ്. മറ്റൊരു അലിഫ് പോയ പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് തച്ച് തീർക്കാം. അലിഫിനെ തച്ച് വായിപ്പിച്ച് പ്രശ്നം തീർത്ത്. പക്ഷെ ഇവിടെ അങ്ങനെ തീർക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഇവിടെ ഡിപ്ലോമാസി ഉപയോഗിക്കണം. അവൻ എന്ത് പറ്റി? താഇനൊരു ഫതഹ എടുത്ത് കണ്ടിട്ട് ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? താഇനോട് നിൽക്കും, അലിഫിന് അടക്കാം. എന്നായി. അതാണ് അവിടെ സംഭവം. തിരിഞ്ഞില്ലേ? ഈ താ അല്ല, ഈ ലാം ഫിഅൽ സ്ഥിരപ്പെടും ഫീ ഗൈരിഹ, അതല്ലാത്തത്. ഏതല്ലാത്തതിൽ? ഈ താഉത്ത് ഇനീസ് ചേർന്ന് വരികയും അതിന്റെ മാഖബില് ഫതഹത്ത് ഉള്ളതാവുകയും ചെയ്യാത്ത സന്ദർഭത്തിൽ ആര് സ്ഥിരപ്പെടും? ലാം ഫിഅൽ സ്ഥിരപ്പെടും. ഫഇന്നക തഖൂല, അപ്പൊ തീർച്ചയായിട്ടും നീ പറയും റദിയത് റദിയത എന്ന് പറയും. അതുപോലെ സറുവത് സറുവത എന്ന് പറയും. സംഭവം എന്താണ്? അവസാനത്തെ അക്ഷരം അത് ഇല്ലത്തിന്റെ ഹർഫായ വാവ് യാ ആണ്. പക്ഷേ എന്താണ്? ഇതിന്റെ ഐൻ ഫിഅലിന് കെസ്റാണുള്ളത്, മറ്റോടത്ത് ഐൻ ഫിഅലിന് ഫത്ഹാണ്. അപ്പൊ ഐൻ ഫിഅലിന് കെസ്റുള്ളടത്ത് നമുക്ക് ഈ ലാം ഫിഅലിനെ നിലനിർത്താം. റദിയത് റദിയത എന്ന് പറഞ്ഞു കണ്ടിട്ട് യാ എന്നൊരു ഫത്ഹ ഒക്കെ കൊടുത്തു കണ്ടിട്ട് അവ ഇൽതിഖാ സാക്കിനീൻ നിൽക്കില്ല. അതുപോലെ സറുവത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തന്നെ വാവിന് ഒരു ഫതഹ കൊടുത്തു കണ്ടിട്ട് നമുക്ക് അവിടെ സംഗതി നിലനിർത്താം. അപ്പൊ ഇതാ അറഫ്ത മാ തഖദ്ദമ, അപ്പം മുമ്പ് പറഞ്ഞു വന്ന സംഗതി അത് നീ ശരിക്കും മനസ്സിലാക്കിയാൽ തഖൂലു ഫീ കുല്ലി ഫിഅലിൻ, എല്ലാ നാഖിസായ ഫിഅലിലും നീ പറയും മഫ്തൂഇൽ ഐനി, ഐൻ ഫിഅൽ ഫതഹ ചെയ്യപ്പെട്ടതായ എല്ലാ നാഖിസായ ഫിഅലിലും നീ പറയും ഗസാ ഗസവ ഗസൗ എന്ന് പറയും. ഗസാ ഗസവ എന്നതിൻ്റെ അല്ലേ? അപ്പം വാവ് മുതഹരിക്കും അതിന്റെ തൊട്ടുമുമ്പുള്ള അക്ഷരം ഫതഹത്തുള്ളതും ആയപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി ഗസ എന്നായി. ഗസവ എന്ന് അവിടെ എന്ത്? അവിടെ വാവിനെ നമ്മൾ അലിഫാക്കൂല. കാരണം എന്താണ്? അലിഫാക്കി കഴിഞ്ഞാൽ കാണി ഗസാന്നാവും. അല്ല, ഗസാന്നാവും. അലിഫ് രണ്ടലിഫാവും. അപ്പൊ എന്താ? ഈ രണ്ടലിഫും തമ്മിൽ ഇനി വരും. അപ്പൊ ഒരു അലിഫിനെ കളയണം. അപ്പൊ ഗസാന്നാവും. ഗസാ ഗസാന്നായി. അപ്പൊ ഈ മുഫ്രദും തസ്നീയും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ല എന്നുള്ള കോലായി. അപ്പൊ അലിഫിനെ കളയാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തായി? ഈ അലിഫ് ആരേനി ആദ്യം? വാവേനി. അലിഫേ ഫോ വാവേ വാ എന്നെ പരിപാടി. അപ്പൊ എന്തായി? ഗസവാന്നായി. പിന്നെ ഗസാവ് എന്നേനി. അടുത്തത് വാവുൽ ജമാ ചേർന്ന് വരുമ്പോ ഗസാമലിപ്പം ആര് വന്നപ്പോ അലിഫുൽ ഇസ്നൈനി ചേർന്നപ്പം അലിഫ് പോയിട്ട് വാവ് തിരിച്ചു വന്നു. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ ഈ ഗസാമൽ വാവുൽ ജമാ ചേരുമ്പോ എന്താണ്? ഗസാവ് എന്നാണ് ഉണ്ടാവുക. അപ്പൊ എന്തായി? അതെ, ഗസാവ് എന്നാണുള്ളത്. ഗസാവ് എന്നുണ്ടാവുമ്പോ എന്തായി? വാവുൽ ജമാഅക്ക് എന്താണ്? സുക്കൂനാണ്. പിന്നെ ഈ ലാം ഫിഅലായ അലിഫിനും സുക്കൂനാണ്. അപ്പൊ എന്തായി? അതിനെ തട്ടി, ആ വാവിനെ തട്ടി, ആ അലിഫിനെ വാവ് അലിഫായി മറിഞ്ഞ വാവ് അതിനാണ് തട്ടി. അപ്പൊ എന്തായി? ഗസൗ എന്നായി. എന്നിട്ടോ ഗസത്ത് ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇൽതിഖാ സാക്കിനീനി പ്രശ്നമാണ്, നമ്മൾ പറഞ്ഞു. ഗസത ഇവിടെ ഇൽതിഖാ സാക്കിനീനി പ്രശ്നമാണ്, നമ്മളെ വിശദീകരിച്ചു. ഗസൗന അവിടെ പന്തേ ഗസാന, ഗസ പ്ലസ് ന ഇങ്ങനെ. അപ്പൊ അവിടെ ഈ നൂനുൽ ഇനാസ് വരുന്ന സമയത്ത് ആരെ തിരിച്ചുകൊണ്ടുവരും? നമ്മളെ വാവിന് തിരിച്ചുകൊണ്ടുവരും. അവിടെ അലിഫാക്കൂല. ഗസാന എന്ന് പറയില്ല, പിന്നെ ഗസവ്ന എന്നാണ് പറയാ. ഒരാ വാവിന് എന്നാലും തിരിച്ചുകൊണ്ടുവരും. എന്നിട്ട് ആ വാവിന് ഒരു സുക്കൂനൊക്കെ ഇട്ടാണ്ടിട്ട് അവിടെ നിർത്തിയേക്കും. റമ റമയ റമൗ റമത് റമത റമൈന, അവിടെ യാഇനെ തിരിച്ചുകൊണ്ടുവരും. റമയ റമയ റമൗ റമയു എന്നതിനില്ല.
റമ റമയ റമൗ ആയതല്ലേ, റമത് റമത റമൈന എന്നാവും. വഫീ കുല്ലി ഫിഅലിൻ നാഖിസിൻ മക്സൂരിൽ ഐനി, ഐൻ ഫിഅലിന് കസ്ർ ചെയ്യപ്പെട്ടതായ എല്ലാ നാഖിസായ ഫിഅലിലും, ഔ മദ്മൂമിഹി അല്ലെങ്കിൽ ആ ഐൻ ഫിഅലിന് ദമ്മ ചെയ്യപ്പെട്ടതായ എല്ലാ നാഖിസായ ഫിഅലിലും ഇജി പറയും, എന്ത് പറയും? റദിയ റദിയ റദു എന്ന് പറയും. റദിയ റദിയ റദു എന്ന് പറയും. അവിടെ എന്താണ്? ആ യാ നമ്മൾ കളയും. കളഞ്ഞിട്ട് ആ യാന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കിസ്റ ആയതുകൊണ്ടിട്ട് കളയപ്പെട്ട യാന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, ഈ വാവുൽ ജമാ ചേർന്ന് വരുന്ന അക്ഷരം അതാരാണ്? ദാദ്, ഐൻ ഫിഅൽ. ഐൻ ഫിഅലിന് കിസ്റ ആയതുകൊണ്ടിട്ട് നമ്മൾ ആ കിസ്ർ മാറ്റിയാണ് ദമ്മത്ത് കൊടുക്കും, റദു എന്നാക്കും. നമ്മൾ കഴിഞ്ഞ ഇന്നലെ പഠിച്ചാണത്. റദിയ റദിയ റദു റദിയത് റദിയത റദീന റദീന, അവിടെ യാന് തിരിച്ചുകൊണ്ട് വരും. പിന്നെ സെറുവ സെറുവ സെറു, അവിടെയും വാവന കളയും. വാവന കളഞ്ഞിട്ട് പിന്നെ അതിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് ഓൾറെഡി ദമ്മത്തായതുകൊണ്ട് ആ ദമ്മത്തെ കളയണ്ട, അതവിടെ നോട്ടെ. അതെ, മഫ്തൂഹ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതെ, ഫതഹത്ത് ആണെന്നുണ്ടെങ്കിലും ദമ്മത്താണെങ്കിലും ഒത്തും കാട്ടൂല. വാവുൽ ജമാ അവിടെ മര്യാദക്ക് വന്ന് നിൽക്കും. കസറത്താണെന്നുണ്ടെങ്കിൽ പറ്റൂല, ദമ്മത്ത് ഇടണം എന്നറിയും വാവുൽ ജമാ. ഞാൻ അതിന്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ദമ്മത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ വരില്ല. അതെ, അങ്ങനെ വരണം. കീപ്പട്ട് ഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്റെ അടിയിലല്ല ഹറക്കത്ത് ഉണ്ടാവാൻ പാടില്ല, മേലെ ഹറക്കത്ത് വരണം. എന്നാലേ ഞാൻ അതിന്റെ അടുത്തേക്കുള്ളൂ. ഒന്നുകിൽ ഫതഹ് ആണല്ലോ ദമ്മ് വേണം. ഇവിടെ ഇപ്പൊ കസറ ആയതുകൊണ്ട് ഇനി ദമ്മ തന്നെ വേണം, ഫതഹ് പറ്റൂല. ഫതഹ് ആണെങ്കിൽ ഓൾറെഡി ഫതഹ് ആയതുകൊണ്ട് ഞാൻ അംഗീകരിച്ചു തരാം, ഇനിയിപ്പോ അത് മാറ്റണ്ട. അങ്ങനെയാണ്. വാപ്പുട്ടി ചോറ് എന്നുണ്ടെങ്കിൽ എന്തായാലും ചക്കക്കൂട്ടമാണെന്ന് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞതായി. അതുപോലെ സെറുവ സെറുവ സെറു സെറുവത് സെറുവത സെറുന സെറൂന, അങ്ങനെ ഞാൻ സെറൂന എന്ന് പറഞ്ഞത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് സെറൂന എന്നാണ് പറയുന്നത്. മതാ തുഹദഫു ലാമുൽ ഫിഅലി ഫിൽ ഫിഅലിൽ മാദി നാഖിസ്, നാഖിസായ മാദിയായ ഫിഅലിൽ നിന്ന് എപ്പോഴാണ് ലാം ഫിഅലിനെ കളയപ്പെടുക? മതാ തസ്ബുതു ലാമുൽ ഫിഅലി ഫിൽ ഫിഅലിൽ മാദി നാഖിസ്, നാഖിസായ മാദിയായ ഫിഅലിൽ എപ്പോഴാണ് ലാം ഫിഅലി സ്ഥിരപ്പെടുക? മാഹിയ ഹറക്കത്തുൽ ഹർഫിൽ മുത്തസിലി ബിവാവി ദമീർ ഫിൽ അഫ്ആലിൻ നാഖിസത്തി, നാഖിസത്തായ ഫിഅലുകളിൽ വാവു ദമീർ ചേർന്ന് വരുന്ന, മാഹിയ ഹറക്കത്തുൽ ഹർഫിൽ മുത്തസിലി ബിവാവി ദമീർ, വാവു ദമീറിനോട് ചേർന്ന് നിൽക്കുന്ന ഹർഫിന്റെ ഹറക്കത്ത് അതെന്താണ്? ഫിൽ അഫ്ആലിൻ നാഖിസത്തി, നാഖിസായ ഫിഅലുകളിൽ ദമീറിന്റെ വാവിനോട് ചേർന്ന് നിൽക്കുന്ന ഹർഫിന്റെ ഹറക്കത്ത് അതെന്തായിരിക്കും എന്ന്. ഒന്നുകിൽ ദമ്മത്ത് അല്ലെങ്കിൽ ഫതഹത്ത്, വേറെന്ത്? സ്വരിഫിൽ ഫിഅലൽ മാദി ബിജമീഇ സിയഗിഹി മിനൽ മസാദിരി താലിയ, താഴെ കുറച്ച് മസ്ദറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ മാദിയായ ഫിഅലിന്റെ എല്ലാ സിയഗകളും സർഫാക്കണം. ജഅ്വത്ത്, സബ്വത്ത്, ഖദാ, നജാത്ത്, റിദാ, സഅയ്, അൽ ഖശ്യ, സുഗ്, അൽ ജംഅ അൽ മുദക്കർ അൽ ഗായിബ മിനൽ അഫ്ആലി താലിയ. താഴെ വരുന്ന ഫിഅലുകളിൽ റദിയ, ദഅ, ഗസ, ദറ, ഇത്രയും ഫിഅലുകളിൽ നിന്ന് ജംഅ മുദക്കർ ഗായിബിന്റെ ദമീർ ഹുവ എന്ന ദമീർ ചേർന്ന് വരുന്ന, വാവുൽ ജമാഅ ചേർന്ന് വരുമ്പോൾ റദിയ എങ്ങനെയാകുക, ദഅ എങ്ങനെയാകുക, ഗസ എങ്ങനെയാകുക, ദറ എങ്ങനെയാകുക, അത് പറയണം. ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ അവർക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്താണ്. നാളെ 28ഉം 29ഉം ഇൻഷാ അല്ലാഹ് 30, നാളെ 3 ക്ലാസ്സുകൾ നമുക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.